എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ആറ് സ്റ്റാഫുണ്ട് ഇവിടെ. 6 ഡോക്ടർമാർക്ക് തോന്നിയ പോലെ ലീവ് കൊടുക്കല്ലേ ചെയ്യുക, സാങ്ഷൻ ചെയ്യല്ലേ ചെയ്യുക. അത് കൺട്രോളിൽ ലീവ് കൊടുക്കണം. ഒരൊറ്റ ഓഫീസറെ മാത്രം ഇവിടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഉച്ചവരെ ഇവിടെ ഇരിക്കുക. ബാക്കിയുള്ളവർക്ക് കോപ്പി കൊടുക്കൂല. നിങ്ങളൊരു നിയമം എടുക്കുക. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ചോദിക്കാൻ ഞങ്ങൾ ആരാ DMO ആണ്? ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരാ. ഞങ്ങൾ ചോദിക്കും, സംസാരിക്കും, വിഷയങ്ങൾ ഇടപെടും. അത് ആ വിഷയങ്ങൾ ഇടപെടുമ്പോൾ ഇറങ്ങിപ്പോലേ ചെയ്യുക. ഇതാരും നിങ്ങളൊന്നും തറവാട്ട് സ്വപ്നമല്ലത് വന്നുള്ളത്. പാവപ്പെട്ട ആളുകൾ പകലെന്തോളം പണിയെടുത്തിട്ട് നടുവേദന, പനി ഇതൊക്കെ വന്നിട്ട് ഒരു OP വേണ്ട മരുന്നില്ല ഒന്നുമില്ല. ആ OP ഒന്ന് കൊടുത്തിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനാ പറഞ്ഞത്. എടപ്പാൾ മേഖലയിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയ കേന്ദ്രമായ എടപ്പാൾ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം മെഡിക്കൽ ഓഫീസറുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥ മൂലം അവതാളത്തിലാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. രോഗികളെ പരിശോധിക്കാനോ സായാഹ്ന OP പുനരാരംഭിക്കുവാനോ ഞായറാഴ്ച ദിവസങ്ങളിലെ OP പ്രവർത്തനം തുടങ്ങുന്നതിനോ സാധിച്ചിട്ടില്ല. നിലവിൽ 6 ഡോക്ടർമാർ ഉണ്ടെന്നിരിക്കെ OPയിൽ മതിയായ ഡോക്ടർമാരെ ഉപയോഗിച്ച് രോഗികളെ പരിശോധിക്കേണ്ട സാഹചര്യത്തിൽ ലീവ് പോലും അറ്റൻഡൻസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ നിയമലംഘനം നടത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും ആരോപണമുയർന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവോ തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ തീരുമാനങ്ങളോ ഇല്ലാതെ മെഡിക്കൽ ഓഫീസറുടെ കുത്തഴിഞ്ഞ ഭരണനിർവഹണം ജനങ്ങൾക്ക് ദുരിതമായി തീരുന്ന അവസ്ഥയിലാണ്. സായാഹ്ന OPയും ഞായറാഴ്ച OPയും തുടങ്ങണമെന്നാവശ്യപ്പെട്ടു മെഡിക്കൽ ഓഫീസറുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്പങ്ങോട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി TM മനീഷ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് തുറയാറ്റിൽ, TP ശ്രീജിത്ത്, ആഷിഖ് പൂക്കരത്തറ, അബിൻ പുറൂക്കര, സുശാന്ത്, KV ജുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.